ആഘോഷ സ്മരണയിലാണ് ഈ വർഷം. അതിന്റെ ഔപചാരിക ഉദ്ഘാടനം ഓഗസ്റ്റ് 8 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കലൂർ റെയിൽവേ സെന്ററിൽ നിർവഹിക്കപ്പെടുകയാണ്. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ അവர்களാണ്. ഈ ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം, കാർഡിനൽ പാലക്കാട്ടിൽ സത്യദീപം സാഹിത്യ പുരസ്കാര സമർപ്പണം. ആ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും ശ്രദ്ധേയനായ കഥാകാരൻ ശ്രീ ടി പത്മനാഭൻ സാറാണ്. 1,00,000 രൂപ ആണ് അവാർഡ് തുക. ശില്പവും പ്രശസ്തി പത്രവും അവാർഡ് തുകയും ആ ഉദ്ഘാടന വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ടി പത്മനാഭൻ സാറിന് കൈമാറുന്നു. സതീപത്തിന്റെ പത്രാധിപരായിരുന്ന കർദിനാൾ ജോസഫ് പാറക്കാട്ടിൽ പിതാവിന്റെ സ്മരണാർത്ഥം സതീപ് ഒരുക്കുന്ന ഒരു സാഹിത്യ പുരസ്കാരമാണിത്. പുരസ്കാര നിർണയ സമിതി അധ്യക്ഷൻ പ്രൊഫസർ എം തോമസ് മാത്യു പുരസ്കാരത്തെ കുറിച്ച് ആ വേദിയിൽ സംസാരിക്കും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. അതിരൂപത മെത്രാപ്പോലിത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അനുഗ്രഹ പ്രഭാഷണവും സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആമുഖ പ്രഭാഷണവും നടത്തും. അതേ സമ്മേളനത്തിൽ ഗ്രന്ഥപുര.org അതിന്റെ എറണാകുളം സെന്ററിൽ ഡിജിറ്റലൈസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന പുരാതന പുസ്തകങ്ങളുടെയും രേഖകളുടെയും പ്രകാശനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ നിർവഹിക്കും. സത്യദീപം ശതാബ്ദി സ്പെഷ്യൽ പതിപ്പ് ശ്രീ ഹൈബി ഈഡൻ MP പ്രകാശനം ചെയ്യും. ശ്രീ DJ വിനോദ് MLA, ശ്രീ മനോജ് മുത്തടൻ MLA, ശ്രീ MG അരിസ്റ്റോട്ടിൽ എന്നിവർ പ്രസംഗിക്കും. സതീപത്തിന്റെ ചീഫ് എഡിറ്റർ മാർട്ടിൻ നേതൃത്വം, ബിയാനി പ്രിന്റിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ ജസ്റ്റിൻ കെപ്പമാടനും പ്രസംഗിക്കും. ഇപ്പോൾ ഈ വേദിയിൽ എന്നോടൊപ്പമുള്ളത് സതീപത്തിന്റെ ചീഫ് എഡിറ്റർ മാർട്ടിൻ അച്ഛനും ജസ്റ്റിൻ കെപ്പമാടൻ ബിയാനി പ്രിന്റിംഗ്സ് മാനേജിംഗ് ഡയറക്ടറും സതീപം സീനിയർ സബ് എഡിറ്റർ ശ്രീ ഷിജു ആച്ചാടിയുമാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. സതീപ ചരിത്രം, ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഇൻവിറ്റേഷൻ കാർഡുള്ള വിശദാംശങ്ങൾ, അതുപോലെ പത്മനാഭ സാറിന് ഈ പുരസ്കാരം നൽകുന്നതിന്റെ പ്രസക്തിയും പ്രാധാന്യവും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്കിപ്പോൾ പ്രിന്റ് ഫോർമാറ്റിൽ നൽകിയിട്ടുണ്ട്. പ്രോഗ്രാം തുടങ്ങുന്നത് വൈകിട്ട് 6 മണിക്കാണ്. അതിനു മുമ്പായിട്ട് 5 മണിക്ക് സത്യദീപം ചരിത്ര വർത്തമാനം എന്ന പേരിൽ ഒരു സംവാദ സദസ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ സംവദിക്കുന്നവർ ഡോക്ടർ ജോർജ് ഇരുപയം, ശ്രീ PF മാത്യൂസ്, ശ്രീ ജോണി ലൂക്കോസ്, ഡോക്ടർ പോൾ തെരക്കാട്ട്, ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ, ബോബി ജോസ് കട്ടിക്കാട് കപ്പൂച്ചിൻ, ഫാദർ കുര്യാക്കോസ് പുത്തൻമാനായും, ശോഭ CS എന്നിവരാണ്. നമുക്കറിയാം, കേരള സഭയുടെ മനസാക്ഷിയുടെ ശബ്ദമായി സത്യദീപം കഴിഞ്ഞ 1 നൂറ്റാണ്ടായി അതിന്റെ പ്രസിദ്ധീകരണം തുടർന്നു എന്നത് സമാനതകളില്ലാത്ത ഒരു ചരിത്രമാണ്, ചരിത്ര വസ്തുതയാണ്. ഒരുപക്ഷെ 2 തരത്തിലാണ് സത്യദീപത്തിന്റെ ദൗത്യം നാളിതുവരെ നിർവഹിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ ഇപ്പോൾ പോലും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ സാമാന്യ ജനങ്ങളിൽ എത്തിക്കാനുള്ള പരിശ്രമം, അങ്ങനെയാണ് സതീപത്തിന്റെ ദൗത്യത്തിന്റെ ഒരു ഭാഗം. മറ്റൊരു ഭാഗം സാധാരണക്കാരായ വിശ്വാസികൾക്ക് സഭാ നേതൃത്വത്തോട് പറയാനുള്ള കാര്യങ്ങൾ ഭംഗിയായി പറയാൻ അവതരിപ്പിക്കാനുള്ള അവസരം. 2 തരത്തിലുള്ള ദൗത്യം ഈ 100 ആണ്ടുകളായി സതീപം സുദീർഘമാവിധം നിർവഹിച്ചിട്ടുണ്ട് എന്ന ഒരു ചാരത്തോടെയാണ് ഞങ്ങൾ ഈ ആഘോഷ പരിപാടികളിലേക്ക് പ്രവേശിക്കുന്നത്. നാളിതുവരെ സതീപത്തോട് നിങ്ങൾ നൽകിയ പിന്തുണ
ദൃശ്യമാധ്യമ ലോകം നൽകിയ പിന്തുണയ്ക്ക്, ഒരു സഹമാധ്യമം എന്ന നിലയിൽ നിങ്ങൾ നൽകിയ സവിശേഷമായ പിന്തുണയ്ക്ക് നന്ദി പറയാനായിട്ട് കൂടി ഈ അവസരം ഉപയോഗിക്കുക.